2019 അവസാനത്തോടെയാണ് ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി കോവിഡ് മഹാമാരി എത്തിയത്. ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കൊറോണ വൈറസ് കവരുകയായിരുന്നു. വാതിലുകൾ അടച്ചുപൂട്ടി ലോകം വീടുകളിലേക്ക് ഒതുങ്ങിപ്പോയ ആ കാലം ആർക്കും മറക്കാൻ കഴിയില്ല. ഇന്നും കോവിഡിന്റെ പല പരിണിത ഫലങ്ങളും നാം അനുഭവിക്കുന്നുണ്ട്. ഇനിയും ഇത്തരം മഹാമാരികൾക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഭീതിയോടെയാണ് ജനം കാത്തിരിക്കുന്നത്. വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പാരസൈറ്റ് ഇതിലേതാണ് മഹാമാരിയായി വരാനിരിക്കുന്നതെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കോവിഡ് പിൻവാങ്ങിയ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന 3 പകർച്ചവ്യാധികൾ മലേറിയ, HIV, ക്ഷയം എന്നിവയാണ്. ഓരോ വർഷവും അവ ഏകദേശം 2 ദശലക്ഷത്തോളം ആളുകളുടെ ജീവൻ എടുക്കുന്നുവെന്നാണ് കണക്കുകൾ. അടുത്തിടെ പക്ഷികളിലും മൃഗങ്ങളിലും വ്യാപിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസ് വരും നാളുകളിൽ ആശങ്കപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. ഇൻഫ്ലുവൻസ എ സബ് ടൈപ്പ് H5N1 പക്ഷിപ്പനി എന്ന് വ്യാപകമായി വിളിക്കപ്പെടുന്ന വൈറസ് ബാധ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് ഇടയാക്കുന്ന പകർച്ചവ്യാധിയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന H5N1. പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് വൈറസ് പകരുന്നത് സ്രവങ്ങൾ വഴിയാണ്. രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി, മുട്ട, കാഷ്ടം, ചത്ത പക്ഷി എന്നിവ വഴിയാണ് രോഗാണുക്കൾ മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പകരുക. വൈറസ് വന്യമൃഗങ്ങൾക്കിടയിലും കോഴി പോലുള്ള വളർത്തു പക്ഷികളിലും വ്യാപകമായി പടർന്നു പിടിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷിപ്പനി ബാധിച്ച മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മനുഷ്യന് ഈ രോഗം ബാധിക്കാം. കോശങ്ങളുടെ പുറത്തുള്ള സിയാലിക് റിസപ്റ്ററുകൾ എന്ന് വിളിക്കപ്പെടുന്ന തന്മാത്രാ ഘടനയിൽ ഇൻഫ്ലുവൻസ വൈറസുകൾ ചേരുകയും അത് പിന്നീട് വിഘടിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യരിൽ ഈ രോഗം വരുന്നത്. അടുത്തിടെ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ കറവ പശുക്കളിലും H5N1 ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ മംഗോളിയയിലെ കുതിരകളിലും രോഗം റിപ്പോർട്ട് ചെയ്തു. ഇതിനോടകം അമേരിക്കയിലെ 61 പേർക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ ഭൂരിഭാഗം ആളുകളും ഫാം തൊഴിലാളികളും രോഗബാധിതരായ കന്നുകാലികളുമായി സമ്പർക്കം പുലർത്തുന്നവരും പച്ചപ്പാൽ കുടിക്കുന്നവരുമാണ്. മിക്കവർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. ഇതേവരെ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതായി കണ്ടെത്തിയിട്ടില്ല. എന്നാൽ അടുത്തിടെ നടത്തിയ പഠനത്തിൽ ഫ്ലൂ ജിനോമിലെ ഒരൊറ്റ മ്യൂട്ടേഷൻ H5N1 വൈറസിനെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കാൻ പ്രാപ്തമാക്കുമെന്നും ഇതൊരു മഹാമാരിയുടെ ആരംഭത്തിന് കാരണമാകുമെന്നും നിരീക്ഷിച്ചു. മുൻകരുതലിന്റെ ഭാഗമായി UK പക്ഷിപ്പനിയിൽ നിന്ന് സംരക്ഷിക്കാൻ 5 ദശലക്ഷം H5 വാക്സിൻ വാങ്ങിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2003 മുതൽ 19 രാജ്യങ്ങളിലായി മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച 860-ലേറെ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 53% കേസുകളിലും മരണം സംഭവിച്ചു. 2025ഓടെ ഇത് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.